السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. റമദാൻ മാസത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ വിധിവിലക്കുകളെ സംബന്ധിച്ചും മര്യാദകളെ സംബന്ധിച്ചും പരാമർശിക്കുന്ന ഈ കിതാബിൽ നമ്മൾക്ക് ഇനി വായിക്കാനുള്ള വിഷയം അഹമ്മിയത്തു ദിക്രില്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയമാണ്. അതിനെ സംബന്ധിച്ചൂടെ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ദിക്റിന്റെ ശ്രേഷ്ഠതയും ദീനുൽ ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനത്തെയും സംബന്ധിച്ചാണ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. നമുക്ക് 100ഓളം എന്ന് പറയാൻ പറ്റുന്ന അത്രയധികം ആയത്തുകളും ഹദീസുകളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയും അറിയിക്കുന്നതായിട്ടുണ്ട്. അതിൽ ഉദാഹരണത്തിന് വേണ്ടി ഒരു ഹദീസ് ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വഹാബത്തിനോട്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത് ശ്രേഷ്ഠമായത് ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീക്കും, നിങ്ങളുടെ രാജാവ് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പ്രവർത്തനം അത് ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതുപോലെ വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾ, ആഖിറത്തിലെ പദവികൾ അത് ഏറ്റവും അധികം ഉയർത്തുന്ന പ്രവർത്തനം ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതുപോലെ വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖ്, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന അതിനേക്കാൾ മികച്ചതായ ഒരു പ്രവർത്തനം. അതുപോലെ വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുകയും നിങ്ങൾ അവരുടെ കഴുത്ത് വെച്ചാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ജിഹാദിൽ പങ്കെടുക്കുന്ന അതിനേക്കാൾ ശ്രേഷ്ഠമായത്, അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അപ്പൊ കാലു ബല, സ്വഹാബത്ത് പറഞ്ഞു അറിയിച്ചു തന്നാലും റസൂലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ് ഈ ജിഹാദിൽ പങ്കെടുത്ത് നമ്മൾക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും സ്വർണവും വെള്ളിയും നമ്മൾ ദാനമായി ചെലവഴിക്കുന്നതിനേക്കാളും നമ്മുടെ പദവികൾ ഏറ്റവും അധികം ഉയർത്തുന്നതായിട്ടുള്ളതും റബ്ബിന്റെ അടുക്കൽ ഏറ്റവും അധികം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട, റബ്ബിന്റെ അടുക്കൽ കൂടുതൽ നല്ലതായി നമുക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ള കാര്യവും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം ശ്രേഷ്ഠതകൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ പഠിപ്പിച്ചു തരാം. വേറെയും ഹദീസുകളിൽ വേറെയും പല ശ്രേഷ്ഠതകൾ എന്ത് ചെയ്യുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളുടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ദീനുൽ ഇസ്ലാം അത്രയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ വേറെയും പല ഹദീസുകൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്, പല അസറുകൾ. ഇവിടെ അബൂദർദ റളിയല്ലാഹു അൻഹു സഹാബികൾപ്പെട്ട പ്രമുഖനായ സഹാബിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു വ്യക്തി 100 പേരെ മോചിപ്പിക്കുകയാണ്, 100 അടിമകളെ മോചിപ്പിക്കുകയാണ്. അപ്പോ അതിനെപ്പറ്റി അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അതിന്റെ എത്രത്തോളം അത് നല്ല കാര്യമാണ്, എത്രത്തോളം പ്രതിഫലം കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അത് വലിയൊരു സംഖ്യ തന്നെയാണ്, വലിയൊരു സമ്പത്തിന്റെ അളവ് തന്നെയാണ് ആ ദാനം ചെയ്തത്. 100 പേരെ മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ
വലിയൊരു തുക തന്നെ വേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഅഫ്ദലു മിൻ ദാലിക ഈമാനുൻ മൽസൂമുൻ ബില്ലൈലി വന്നഹാർ വഅല്ലാ യസാല ലിസാനു അഹദികും റത്ബൻ മിൻ ദിക്രില്ലാഹ്. അതിനേക്കാളും നിങ്ങൾക്ക് അഫ്ളലായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യം നിങ്ങളുടെ എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് രാവും പകലൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതും നിങ്ങളുടെ നാവ് ദിക്റ് കൊണ്ട് എപ്പോഴും നനഞ്ഞതായിട്ടിരിക്കുക എന്നുള്ളതുമാണ് ഇതിനേക്കാൾ നിങ്ങൾക്ക് അഫ്ളലായിട്ടുള്ളത് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കണം. അപ്പോ അടിമ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമ മോചനത്തിന്റെ പ്രതിഫലം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറിയ പ്രതിഫലമൊന്നുമല്ല. ഒരു അടിമയെ അവന്റെ കാൽഭാഗം മോചിപ്പിച്ചാൽ ഇവൻ മോചിപ്പിക്കുന്നവന്റെ കാൽഭാഗം നരകത്തിൽ നിന്ന് എന്ത് ചെയ്യും? രക്ഷപ്പെടും. പകുതി മോചിപ്പിച്ചാൽ ഇവനും പകുതി നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ അടിമയെ മുഴുവൻ മോചിപ്പിച്ചാൽ ഇവനും മുഴുവനായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേറെയും ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് അടിമമോചനം. ആ അടിമമോചനം അത് ഒരെണ്ണത്തിന്റെ വിഷയത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേരെ മോചിപ്പിച്ചാൽ എത്രയധികം പ്രതിഫലം ഉണ്ടാവും? ആ 100 അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലത്തിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് എപ്പോഴും നമ്മുടെ നാവ് ദിക്റ് കൊണ്ട് നനഞ്ഞതായിരിക്കുക എന്നുള്ളത് എന്നിവിടെ അബൂദർദ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കാം. ഇതേപോലെ തന്നെ ഒരുപാട് പ്രവർത്തനം, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ അടിമമോചനം മാത്രമല്ല, മറ്റു വലിയ പ്രവർത്തനങ്ങളെക്കാൾ ദിക്റിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് അറിയിക്കുന്ന ഒരുപാട് അസറുകൾ പല സ്വഹാബികളിൽ നിന്നും, ഇവിടെ പലരുടെയും പേര് കൊടുക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ്, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന്, സ്വഹാബത്തിലെ അറിവ് കൊണ്ട് അറിയപ്പെട്ട പല ആളുകളിൽ നിന്നും, താബീങ്ങളിൽ നിന്നും ഒക്കെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് വലിയ ഇബാദത്തുകളെക്കാൾ ദിക്റ് ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട്, പ്രതിഫലമുണ്ടെന്ന് അറിയിക്കുന്ന ഒരുപാട് അസറുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം മാത്രമായിട്ടാണ് ഇത് കൊടുത്തത്. എന്നിട്ട് ഇവിടെ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുൽ മുജാഹിദീന അഅ്ളമു അജ്റൻ യാ റസൂലല്ലാഹ്. ജിഹാദിൽ പങ്കെടുക്കുമ്പോൾ ആ ജിഹാദ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക ആർക്കാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത എന്താ? അക്സറുഹും ലില്ലാഹി തആല ദിക്റൻ. അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ്, ദിക്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. പക്ഷെ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്തായ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക ആ ആളുകളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ദിക്റ് ചെയ്ത ആൾക്കാണ്. അതുപോലെ തന്നെ അയ്യു സായിമീന അഅ്ളമു അജ്റ. അടുത്ത ചോദ്യം അയാൾ തന്നെ ചോദിക്കുകയാണ്, നോമ്പുകാരിൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക ആർക്കാണ്? നമ്മുടെ വിഷയ ബന്ധപ്പെട്ട ഭാഗത്താണ്. നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരൻ ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ. ആ നോമ്പുകാരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്ന ആളാണ് നോമ്പുകാരിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കും. അതേപോലെ തന്നെ ഓരോന്നും സുമ്മർ ദക്കറ ലഹു സ്വലാത്ത വൽ സകാത്ത വൽ ഹജ്ജ വസ്സദഖ. ഓരോ പ്രവർത്തനങ്ങൾ ചോദിക്കണം ആ വ്യക്തി. നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നിസ്കാരക്കാരൻ ആരാണ്? ജക്കാത്ത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമ്പന്നൻ ആരാണ്, അല്ലെങ്കിൽ ധർമ്മിഷ്ഠൻ ആരാണ്? ഹജ്ജ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആളാരാണ്? അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് അക്സറുഹും ലില്ലാഹി ദിക്റ. ആ ആളുകളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, അത്രയധികം പ്രതിഫലം അല്ലെങ്കിൽ ശ്രേഷ്ഠത നമ്മൾ എത്ര വലിയ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ പ്രവർത്തനം ചെയ്യുന്ന ആളുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ ആ പ്രവർത്തനം ചെയ്യുന്ന വേളയിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്ന ആളാരാണോ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക. ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോ നിസ്കാരത്തിൽ നമുക്കറിയാം ചില ആളുകളൊക്കെ കൈകെട്ടി സലാം വീട്ടുന്നത് വരേക്കും അവർക്ക് നിസ്കാരത്തിൽ എന്താണ് ഞാൻ പറയുന്നത്, ഞാൻ എന്താണ് ചൊല്ലുന്നത്, റബ്ബിനോട് ഞാൻ എന്താണ് ചോദിക്കുന്നത് എന്ന ഹൃദയത്തിൽ ഒരു ബോധവും വരാതെ നിസ്കരിച്ചു പോകുന്ന ആളുകളുണ്ട്.
അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ വളരെ കുറവാണ്. എന്നാൽ വേറെ ചില ആളുകൾ കൈ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരേക്കും ഓരോ കാര്യങ്ങളും, ഞാൻ എന്താണ് ഈ പറയുന്നത്, ഞാൻ റബ്ബിനോട് എന്താണ് ഈ ചോദിക്കുന്നത്, ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന രൂപത്തിൽ കൃത്യമായ ബോധത്തോടുകൂടെ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ അത് ഹൃദയത്തിൽ തട്ടി അതിൽ അതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാണ് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക നിസ്കാരക്കാർ. ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞു. ഇതേപോലെ തന്നെ നോമ്പിലും നമ്മളിപ്പോ റമദാൻ മാസത്തില് നമ്മൾ രാവിലെ സുബ്ഹി ബാങ്കിന്റെ സമയം മുതൽ മഗ്‌രിബിന്റെ സമയം വരേക്കും ഇതിനിടയിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ ദിക്ർ ചെയ്ത ആൾ ആരാണോ അവർക്കാണ് ആ നോമ്പ് കൊണ്ട് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക. ചിലര് നമ്മൾ കണ്ടിട്ടുണ്ടാവും, തീരെ ദിക്റുകൾ ഉണ്ടാവൂല, ഖുർആൻ പാരായണം തീരെ ഉണ്ടാവൂല, അതുപോലെ തന്നെ ദീൻ പഠിക്കലൊക്കെ ദിക്റിൽ പെടുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ ദിക്റിൽ പെടുന്ന കാര്യമാണ്. ഹദീസുകൾ അത് വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഖുർആന്റെ അർത്ഥങ്ങൾ വായിക്കുക, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തുന്ന എല്ലാ കാര്യങ്ങളും ദിക്റിൽ പെടും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾ സമയം ചെലവഴിക്കുന്നത് വളരെ വലിയ ഏറ്റക്കുറച്ചിലുണ്ടാകും. ചിലർ വളരെ കുറച്ച് സമയം മാത്രം, ചിലപ്പോൾ ഒരു ദിവസം ഒരു പേജ് മാത്രം ഓതുന്ന ആളുകൾ ഉണ്ടാവും, വളരെ ചുരുങ്ങിയ ദിക്റുകൾ മാത്രം ചൊല്ലുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ പഠന ക്ലാസ്സുകളിൽ തീരെ പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും റമദാനിൽ. അപ്പൊ ഈ കാര്യങ്ങൾ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം അവന്റെ നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കാം. ഏറ്റവും അധികം ഒരാൾക്കൊരു നോമ്പ് കൊണ്ട് പ്രതിഫലം കിട്ടുക അവന്റെ നോമ്പിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നിറയുമ്പോഴാണ്. അത് ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റുകൾ ചൊല്ലുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള പഠന സംരംഭങ്ങളിൽ പങ്കാളികളാകുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുക, കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം നമ്മുടെ സമയം മുഴുകുന്നോ അത്രത്തോളം നമ്മുടെ നോമ്പ് ഏറ്റവും മികച്ചതായി തീരും. ഇവിടെ കൊടുക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഉമർ. ഈ ഒരു ഹദീസ് കേട്ടപ്പോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹദീസ്, ഓരോ പ്രവർത്തനെ പറ്റി ചോദിക്കുമ്പോഴും എന്ത് ചെയ്യാണ്, അതിൽ ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, ദിക്ർ ചെയ്യുന്നവർ എല്ലാ ഖൈർ കൊണ്ടും അവരാണ്, അത് എല്ലാ ഖൈറും അവർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. എല്ലാ ഖൈറ് കൊണ്ടും എല്ലാ ഖൈറും ഏറ്റവും കൂടുതൽ കിട്ടിയത് അവർക്കാണ്, ദിക്ർ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോ ഈ ഒരു കാര്യം ഇവിടെ ആമുഖമായിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, നമുക്കറിയാം ഈ റമദാൻ മാസത്തിലെ നോമ്പാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളാണെങ്കിലും ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉരുവിടൽ മാത്രമല്ല ദിക്ർ. ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിൽക്കലാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പഠന സംരംഭങ്ങൾ, ഇതൊക്കെ അതിലേക്കുള്ള വഴികളാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിർത്താനുള്ള വഴികളാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുണ്ട്, നിസ്കാര ശേഷമുള്ള ദിക്റുകളുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളുണ്ട്, ഓരോ സന്ദർഭങ്ങൾ, ബാത്റൂമിൽ പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, അഴിക്കുമ്പോൾ, ഓരോ സന്ദർഭങ്ങളിലും ദിക്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ടത്, പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറി പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? ശൈത്താന്മാരോട് പണിയെടുക്കാൻ സാധിക്കും. റബ്ബിനെ പറ്റിയിട്ടുള്ള ബോധം നിലനിൽക്കുന്ന ഒരു ഹൃദയത്തിൽ ശൈത്താന് വസ്വാസം ഉണ്ടാക്കാൻ സാധിക്കില്ല.
അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ നാസിൽ ഷെയ്ത്താനെ പറ്റി അള്ളാഹ് വിശേഷിപ്പിക്കുന്നത് ഖന്നാസ് എന്നാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എന്താണ് ഈ ഖന്നാസ് എന്ന് പറഞ്ഞാൽ? പിന്മാറിക്കളയുന്നവൻ എന്നാണ് നേർക്ക് നേരുള്ള അർത്ഥം. പിന്മാറിക്കളയുന്നവൻ. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം സലഫുകൾ വിശദീകരിക്കുന്നുണ്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഒരു ഹൃദയത്തിൽ വന്നാൽ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ഷെയ്ത്താൻ പിന്മാറിക്കളയും. ഈ ബോധം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈ ഷെയ്ത്താനുടെ വസ്വാസമായിട്ട് വരിക. അപ്പോഴാണ് നമ്മൾ ഹറാമുകളിലേക്ക് വീഴുക. അപ്പൊ നമ്മൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എപ്പോഴും നിലനിൽക്കാൻ നമ്മൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ, ആ ഒരു ബോധം നിലനിൽക്കുക എന്നുള്ളത്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇബാദത്തുകളെ പറ്റി പറഞ്ഞപ്പോൾ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചത്, നിയമമാക്കിയത് ഈ ദിക്ർ, നമ്മുടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പറഞ്ഞു. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം അത് വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നും, മോശമായിട്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തടയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരാം. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? നിസ്കാരം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വൃത്തികേടുകളും തടയാം? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റു ചില ആയത്തുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, വാഖിമിസ് സ്വലാത്ത ലിദിക്രി. നീ നിസ്കാരം നിലനിർത്തണം. എന്തിനു വേണ്ടി? അതിന്റെ ലക്ഷ്യം എന്താ? ലിദിക്രി, എന്നെ സംബന്ധിച്ചുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ നിലനിൽക്കാൻ. അപ്പൊ നിസ്കാരം നിയമമാക്കപ്പെട്ടിട്ടുള്ളത്, നിസ്കാരം എന്നുള്ള ഇബാദത്ത് നമുക്കറിയാം, അതിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയൊക്കെ നമുക്കറിയാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് പോലും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ബോധം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബോധം നിലനിന്ന് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ അത് എന്ത് ചെയ്യും? നമ്മുടെ മറ്റ് തിന്മകളിൽ നിന്ന് അത് തടയും. മറ്റ് തിന്മകളിൽ നിന്ന് അത് തടയും. ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ള വൃത്തികേടുകളിലേക്കും ഹറാമുകളിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ടാണ് നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു വൃത്തികേടുകളിൽ നിന്ന് തടയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഇവിടെ തന്നെ കുറെ അസറുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. സൽമാൻ ഫാരിസിയോടും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബത്തിനോട് റളിയല്ലാഹു അൻഹു ഏറ്റവും മികച്ച പ്രവർത്തനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഈ ആയത്താണ് എടുത്തു ഓതുന്നത്. വല ദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റാണ് എന്ന് അവർ പറഞ്ഞു കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠത അറിയിക്കുന്ന അതിൽപ്പെട്ട ചില ഉദാഹരണങ്ങളോട് എന്ത് ചെയ്യണം? എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഈ ദിക്റിന്റെ പ്രത്യേകത എന്നുള്ളത് ഇത് എപ്പോഴും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും രാവും പകലും വ്യത്യാസമില്ലാതെ, കടലിലാണെങ്കിലും കരയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും, അതിപ്പോ സമ്പത്തുള്ള അവസ്ഥയിലാണെങ്കിലും ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണെങ്കിലും, ആരോഗ്യമുള്ള സമയത്താണെങ്കിലും രോഗമുള്ള സമയത്താണെങ്കിലും, രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും, എല്ലായ്പ്പോഴും എന്നുവെച്ചാൽ വളരെ അപൂർവം ഇബാദത്തുകളെ അങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഒരടിമയോട് ഏറ്റവും അധികം വർദ്ധിപ്പിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ രൂപത്തിൽ വളരെ അപൂർവം ഇബാദത്തുകളിൽ ഒന്നാണ് ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ആയത്തിൽ കൊടുക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ. ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട്, കസീറ ഒരുപാട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം.
വസബ്ബിഹൂഹു ബുക്റത്തൻ വാസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ബീഹ ചെയ്യണം, സുബ്ഹാനല്ലാഹ് പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ ഇവിടെ വേറെയും ആയത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയത്താണ് ഫദ്കുറൂനി അദ്കുറുക്കും, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെ ഓർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യാൻ എന്നുവെച്ചാൽ എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഒരു ആയത്ത് മാത്രം മതി ദിക്റിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ. ഈ ഒരു ആയത്ത് മാത്രം മതി ദിക്റിന്റെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരേ ഒരു കാര്യം നമ്മൾ അവനെ ഓർക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു രാജാവ്, വലിയൊരു അധികാരി, അയാളുടെ സന്നിധിയിൽ വെച്ച് നമ്മളെ പറ്റി പറയുകയോ പരാമർശിക്കുകയോ ഒക്കെ ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒക്കെ അത് വളരെ വലുതായിരിക്കും. ദുനിയാവിന്റെ ആളുകൾക്ക് അറിയാം. ഇത് രാജാതിരാജനായ എല്ലാത്തിന്റെയും ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പറ്റി ഓർക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയിച്ചു തരികയാണ്, നമ്മൾ ദിക്ർ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പൊ നമ്മൾ ദിക്ർ ചെയ്യുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന സന്ദർഭത്തിലൊക്കെ അവൻ നമ്മളെയും ഓർക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമില്ലാതെ അവനെ മറന്നു കളഞ്ഞ രൂപത്തിലായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെയും മറക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും മറക്കും. അത് മാത്രമല്ല, വേറെയും ചില ഹദീസുകളിൽ അതിന്റെ ശ്രേഷ്ഠത ഇവിടെ കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ നിന്ന് സഞ്ചരിക്കുമ്പോൾ അവരോട് പറയാണ് സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ യാത്രയിൽ മുൻകടന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദുനിയാവിൽ അമലുകൾ കൊണ്ട് മുഫർരിദീങ്ങൾ മുൻകടന്നിട്ടുണ്ട്. ആഖിറത്തിൽ ദറജകൾ കൊണ്ട് മുഫർരിദീങ്ങൾ മുൻകടന്നിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിക്കണം വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ആരാണ് ഈ മുഫർരിദീങ്ങൾ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ അങ്ങേയറ്റം ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും. അള്ളാഹുവിനെ അങ്ങേയറ്റം ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? മറ്റെല്ലാവരെക്കാളും മുൻകടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏത് പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന പ്രതിഫലത്തെക്കാളും ഈ പ്രവർത്തനം കൊണ്ട് പ്രതിഫലം കിട്ടുന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള അമലുകൾ ചെയ്യുന്ന ആളുകളെക്കാളും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും അങ്ങനെ തന്നെ. അവർക്ക് ഏറ്റവും അധികം പ്രതിഫലങ്ങൾ ഉണ്ടാവുക, ഏറ്റവും വലിയ പദവി ഉണ്ടാകുക. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരാൾക്ക് ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്ന് പറയുന്ന ഈ പറഞ്ഞ മുഫർരിദീങ്ങളിൽ പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് എപ്പോഴും എല്ലാ ദിക്റുകളും ചൊല്ലിയാലേ ഒരാൾക്ക് അങ്ങനെ ആകാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ നമുക്കറിയാം. ഓരോ സന്ദർഭത്തിലും ദിക്റുകളുണ്ട്. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ട്, എല്ലാ സന്ദർഭത്തിലും. അപ്പൊ ഈ എല്ലാ സന്ദർഭത്തിലും എപ്പോഴും അങ്ങനെ ദിക്റുകൾ കൊണ്ട് നിറഞ്ഞൊരാൾക്ക് ദാക്കിറൂൻ അല്ലാഹ കസീറൻ അല്ലെങ്കിൽ മുഫർരിദൂൻ എന്നതിൽ പെടാൻ സാധിക്കുള്ളൂ എന്നുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ
നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യദ്കുറൂന അല്ലാഹ ഫി അദ്ബാരി സ്വലവാത്ത്, എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും, അതുപോലെ തന്നെ വഗുദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും, വഫിൽ മദാജിഇ, ഉറങ്ങുന്നതിന് മുമ്പ്, വകുല്ലമ ഇസ്തൈഖദ മിൻ നൗമിഹി, ഉറങ്ങി എഴുന്നേറ്റാൽ, വകുല്ലമ ഗദാ ഔ റാഹ മിൻ മൻസിലിഹി ദക്കറല്ലാഹ തആല, എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നോ ഈ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. നമുക്ക് മുഫർരിദീങ്ങളിൽ പെടാൻ, മറ്റെല്ലാ അമലുകൾ ചെയ്യുന്ന ആളുകളെക്കാൾ മുൻപിലെത്താൻ നമ്മൾ ദിക്റുകൾ കൊണ്ട് നിറയ്ക്കേണ്ട, ഒരിക്കലും ദിക്റ് ചൊല്ലാൻ മറന്നു പോകാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുതരാം. ഒന്നാമത്തേത് നിസ്കാര ശേഷമുള്ള ദിക്റുകൾ. എല്ലാ ഫർദ് നിസ്കാര ശേഷവും ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാ അസ്തഗ്ഫിറുല്ലാഹ് 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 3 തവണ പറയും. എന്നിട്ട് അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം തുടങ്ങുന്ന കുറെ ദിക്റുകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് എന്ത്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ 100 തികയ്ക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അവന്റെ എല്ലാ തിന്മകളും പൊറുപ്പിക്കപ്പെടാൻ ഈ ഒരു ദിക്റ് കാരണമായി തീരുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഒരാൾ എല്ലാ ഫർദ് നിസ്കാര ശേഷവും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവനും അവന്റെ സ്വർഗപ്രവേശനത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ദിക്റുകളുണ്ട്. പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശീലിക്കാൻ വേണ്ടി മാത്രം പറയുന്ന. അതുപോലെ തന്നെ വഉദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരം. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഇതിനേക്കാൾ, നിസ്കാര ശേഷമുള്ള ദിക്റുകളെക്കാൾ കൂടുതൽ ഒരുപാട് ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 2 സന്ദർഭങ്ങളാണ് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും നമ്മൾ കൃത്യമായി മുടങ്ങാതെ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക എന്ന് തുടങ്ങുന്ന ഒരു കുറച്ചൊരു വലിപ്പമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ രാവിലെ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി അത് അർത്ഥം പറഞ്ഞ് കൃത്യമായ ബോധ്യത്തോടുകൂടെ ഉരുവിട്ട് കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതേപോലെ തന്നെ വൈകുന്നേരം ഇത് ചൊല്ലിക്കഴിഞ്ഞ് രാവിലെ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഈ ഒരു ദിക്ർ 3 തവണ, രാവിലെയും 3, വൈകുന്നേരവും 3 തവണ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുന്നത് വരേക്കും ഇവന് പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടങ്ങളും ബാധിക്കുക. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിഷജന്തുക്കളുടെ ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകളോ, ഇങ്ങനെ എന്തെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾക്ക് ഉപദ്രവകരമായി തീരുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് വരേക്കും ഇവനൊന്നും ഉപദ്രവകരമാവുകയില്ല. ഇനി വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ ആകുന്നത് വരേക്കും ഇവനൊരു കാര്യവും ഇതേപോലെ തന്നെ അത് ഉപദ്രവകരമാവുകയില്ല, അവനെ ദോഷകരമായി ബാധിക്കുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
അത് രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് അവന്റെ ചെറു പാപങ്ങളൊക്കെ ഈ ഒരു ദിക്ർ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. അത് കടലിലെ നുരകളുടെ അത്ര പോരാണ്. കടലിലെ തിരമാലകൾ അടിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പതകൾ, കുമിളകൾ നമ്മൾ കാണാറുണ്ട്. അതിന്റെ അത്രത്തോളം ചെറു പാപങ്ങൾ അവൻ ഉണ്ടെങ്കിലും ഈ ഒരു സുബ്ഹാനല്ലാഹി ബിഹംദിഹി രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലുന്നത് കൊണ്ട് അവന് പൊറുപ്പിക്കപ്പെടും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്ർ, അത് രാവിലെ മാത്രമേ ഉള്ളൂ, വൈകുന്നേരം ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അലം. എന്തായാലും രാവിലെ ഉണ്ടെന്നുള്ളതിൽ തർക്കമില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റാണ്. അത് 100 തവണ ചൊല്ലുക എന്നുള്ളത്. അത് ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് അവനെ ഈ ചൊല്ലുന്ന ഒരാൾക്ക് 100 നന്മകൾ രേഖപ്പെടുത്തും, അവന്റെ 100 തിന്മകൾ പൊറുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ഇവന് ആ ദിവസം മുഴുവൻ ശൈത്താൻ സംരക്ഷണം വൈകുന്നേരമാകുന്നത് വരേക്കും അവന് നിശ്ചയിക്കപ്പെടും. അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ സന്തതികളിൽ പെട്ട 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. അങ്ങനെ കുറെ ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 100 തവണ ചൊല്ലുന്നത്. ഇത് രാവിലെ മാത്രമേ ഉള്ളൂ എന്നാണ് അധികം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം. വൈകുന്നേരവും ചൊല്ലാന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒരുപാട് ദിക്റുകൾ ഉണ്ട് രാവിലെയും വൈകുന്നേരം. അതേപോലെ തന്നെ രാവിലെ മാത്രമുള്ള പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അത് 3 തവണ ചൊല്ലുക എന്നുള്ളത്. അത് ഒരുപാട് സമയം നമ്മൾ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു ദിക്റാണത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ രാവിലെയും വൈകുന്നേരമുള്ള നമ്മൾ കൃത്യമായി ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വഫിൽ മവാജി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതേപോലെ കുറെ ദിക്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് എന്ത്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ശ്രദ്ധിക്കണേ, ഉറങ്ങുമ്പോൾ മാത്രം 34ആണ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അതേപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് അതെന്ത് ചെയ്യും? അവന് രാവിലെ ആകുന്നത് വരേക്കും ഒരു സംരക്ഷകൻ അള്ളാഹു എന്ത് ചെയ്യും? നിശ്ചയിച്ചു കൊടുക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ 2 ആയത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ രാത്രി ആ 2 ആയത്തുകൾ തന്നെ അവന് മതിയാകുന്നതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള ഷർറുകളിൽ നിന്നും, ശൈത്താന്റെ വസ്വാസുകൾ, മറ്റുള്ള പ്രയാസപ്പെടുത്തലുകളിൽ നിന്നൊക്കെ ഈ 2 ആയത്തുകൾ തന്നെ അവന് മതിയാകുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? എല്ലാ ദിവസവും 2 കൈകളും കൈപ്പടങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് തുപ്പല് തെറിക്കുന്ന രൂപത്തിലൊന്ന് ഓതും ആദ്യം. എന്നിട്ട് അതിലേക്ക് തന്നെ ഈ 3 സൂറത്തുകൾ ഓതും. എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൈയെത്തുന്ന ഭാഗത്തേക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും തടവും. അങ്ങനെ 3 തവണ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഉറങ്ങി എഴുന്നേറ്റാൽ അധികം ദിക്റുകളൊന്നും സ്ഥിരപ്പെട്ടതായി അറിയില്ല, അല്ലാഹു അലം. ഒന്ന് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അതുപോലെ തന്നെ വേറെയും ചില ദിക്റുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും വീട്ടിനകത്തേക്ക് കയറുമ്പോഴും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിൽ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളോട് വിളിച്ചു പറയപ്പെടും ഉദീത വ കുഫീത വ വുഖീത. എന്നുവെച്ചാൽ നീ ശരിയായ വഴി കാണിക്കപ്പെട്ടവനാണ്, നിന്റെ കാര്യങ്ങളൊക്കെ നീ മതിയാക്കപ്പെട്ടവനാണ്,
നിനക്ക് എല്ലാ ഷർറുകളിൽ നിന്നും നീ സംരക്ഷണം പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടവനാണ് എന്ന് അവനോട് വിളിച്ചു പറയപ്പെടും. അപ്പൊ ശൈത്താന്മാർ തമ്മിൽ തമ്മിൽ പറയും, ഇങ്ങനെ ഒരാളെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ശൈത്താന്മാർ തമ്മിൽ തമ്മിൽ പറയും. ഇത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ്. അതേപോലെ തന്നെ വേറെയും ദിക്കറുകളുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല എന്ന് തുടങ്ങുന്ന വേറെയും പല ദിക്കറുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിക്കറാണ്. അതേപോലെ തന്നെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കർ ബിസ്മില്ല എന്ന് പറയൽ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലാതെ കയറി കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്ത് ചെയ്യും? ആ വീട്ടിലേക്ക് ശൈത്താനും കയറും. അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ബിസ്മില്ല ചൊല്ലി മാത്രം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത്രയും സന്ദർഭങ്ങളിൽ ഒരാൾ എപ്പോഴും ദിക്ർ ചൊല്ലാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന് ഈ മുഫർരിദൂൻ അല്ലെങ്കിൽ അദ്ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തെല്ലാം? ഈ സന്ദർഭങ്ങളിൽ മാത്രം ചൊല്ലിയാൽ മതി, ബാക്കിയുള്ള ദിക്റുകളൊന്നും ചൊല്ലേണ്ടതില്ല എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ശ്രദ്ധിക്കണം, ഇത് ഏറ്റവും മിനിമം അവസ്ഥയാണ്. ഏറ്റവും മിനിമം അവസ്ഥ. നമുക്ക് മുഫർരിദീങ്ങളിൽ ഉൾപ്പെടാൻ ഏറ്റവും മിനിമം നമുക്ക് ഇത്രയെങ്കിലും വേണം. പിന്നെ നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം എന്ത് ചെയ്യും? നമ്മൾ അതിൽ ഉൾപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് ദിക്റുകൾ ഒരുപാട് സന്ദർഭത്തിൽ പഠിപ്പിച്ചു തന്നതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ദിക്റുകളായിരിക്കും, പക്ഷെ അതിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ എന്ത് ചെയ്യും? ശൈത്താന്മാര് ഭക്ഷണം കഴിക്കും. അതേപോലെ തന്നെ അവൻ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചെറു പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊന്നാണെന്ത്? 2 ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് മുഅദ്ദിന് പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുപാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലുക, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠത, വലിയ വലിയ ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചെന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ദിക്റുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വുളു എടുത്തു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഇത്തരം ദിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഏറ്റവും മിനിമത്തിൽ നമ്മൾ ഒതുക്കി നിർത്താതെ അതിനേക്കാൾ നമുക്ക് അറിയുന്ന, നമ്മൾ കൂടുതൽ പഠിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സംവിധാനങ്ങൾക്ക് ഒരുപാട് എളുപ്പമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്വഹീഹായ ഹദീസുകളുടെ മാത്രം സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകൾ ഉള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ആപ്പുകൾ ഒക്കെ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടുന്ന നല്ല, നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന നല്ല നല്ല ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഔറാദ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട മിക്ക ദിക്റുകളും അതിലുണ്ട്. അൽഹംദുലില്ലാ. അത് ഓരോ സന്ദർഭങ്ങളിലായി വേറെ വേറെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ കാണാതെ പഠിച്ചു ചൊല്ലാനും എപ്പോഴും ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്താനൊക്കെ ഉള്ള എളുപ്പത്തിന് അതിലെ ഓഡിയോയും അതിന്റെ ട്രാൻസ്ലേഷനും അങ്ങനെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന, ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്ന് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദിക്റിലായിരിക്കാൻ നമുക്ക് പല പല സന്ദർഭവും നമുക്ക് അറിയുണ്ടാവില്ല. പല സന്ദർഭത്തിൽ പല ദിക്റുകൾ ചൊല്ലേണ്ടതായിട്ടുണ്ടാവും. ഇപ്പൊ വസ്ത്രം അഴിക്കുമ്പോൾ
അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് പല ദിക്റുകൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പരമാവധി പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി നമ്മളുടെ ജീവിതത്തിലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം എന്താ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഈ ദിക്റുകൾ, നാവ് കൊണ്ടുള്ള ഈ ദിക്റുകൾ നമ്മൾ ഇത്രയധികം വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, കാരണം നമ്മുടെ ഹൃദയത്തിൽ, ഖൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നാവ് കൊണ്ട് ഈ സന്ദർഭങ്ങളിൽ, ഇത്രയും സാഹചര്യങ്ങളിൽ, എല്ലായ്പ്പോഴും മിക്ക സമയത്തും ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ദിക്റിൽ തന്നെ ആയിരിക്കും. ഇതൊന്നും ഇല്ലാതെ എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളുണ്ട്, പ്രത്യേക സമയമില്ലാതെ എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളൊക്കെ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഇത്രയും ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പിന്നിലുള്ള കാരണം, ലക്ഷ്യം എന്നുള്ളത്, നമ്മുടെ നാവ് ഈ ദിക്റ് കൊണ്ട് ബിസി ആകേണ്ടത്, അതിന്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയം, ഖൽബ് ഈ ദിക്റ് കൊണ്ട് ബിസി ആകാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റ് നിറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ സംബന്ധിച്ചുള്ള കുറ്റാലോചനയും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംസാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നേരത്തെ പറഞ്ഞത് അലാദില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മൾക്ക് ഏറ്റവും അധികം തുമഅനീനത്ത്, സമാധാനം, ശാന്തി ലഭിക്കും. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകളേക്കാൾ നമുക്ക് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാനും, എല്ലാ ആളുകളെക്കാളും വലിയ ദർജകളിലേക്ക്, ആഖിറത്തിൽ, സ്വർഗത്തിൽ എത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ അതിനുള്ള വഴികൾ മാത്രമാണ്. ഈ വഴികളിലൂടെ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ലക്ഷ്യം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പരമാവധി നമ്മുടെ നാവ് കൊണ്ട് ഇത്തരം ദിക്റുകളൊക്കെ, അത് ഈ ദിക്റുകൾ മാത്രമല്ല, ഖുർആൻ പാരായണവും ദിക്റിൽപ്പെടും, ഇത്തരം ദീൻ പഠിക്കുന്ന സദസ്സുകൾ ദിക്റിൽപ്പെടും, അതുപോലെ തന്നെ ഖുർആനിന്റെ ആശയം പഠിക്കൽ, അത് വായിച്ചു നോക്കൽ, അത് കേട്ട് പഠിക്കൽ, കാണാതെ പഠിക്കൽ, ഇതൊക്കെ ദിക്റിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കൽ, ഒരാളെ തിന്മ വിലക്കൽ, ഇതെല്ലാം ദിക്റിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പരമാവധി നമ്മുടെ നാവും മറ്റുള്ള അവയവങ്ങളും ദിക്റിലാക്കി നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും ഇൻഷാ അല്ലാഹ് എപ്പോഴും ദിക്റിലായിരിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം, മിക്ക സമയങ്ങളിലും ഒരു സമയം പോലും വിട്ടുകളയാതെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നാം ഓരോരുത്തരെ റബ്ബ് സഹായിക്കുമാറാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും ദിക്റിലായിരിക്കാൻ റബ്ബിന് സഹായം ഉണ്ടാവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബികളിൽപ്പെട്ട ഒരാളായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയക്കാൻ, ദീൻ പഠിപ്പിക്കാൻ, അവസാനമായിട്ട് കാണുന്ന, ഇനി കണ്ടുമുട്ടുമോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് പറയാണ്, ഞാൻ അള്ളാഹുവാണ് സത്യം, താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന വസിയത്താണെന്ത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. ഈ പ്രാർത്ഥന എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും താങ്കൾ ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? അള്ളാഹുവെ, നിന്നെ ഓർക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അത്രയും പ്രധാനപ്പെട്ട കാര്യം, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സന്ദർഭത്തിൽ, പ്രധാനപ്പെട്ട വസിയത്ത് നൽകുന്ന സാഹചര്യത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിക്ക് ആ വസിയത്ത് നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത് ഈ ഒരു പ്രാർത്ഥന അധികരിപ്പിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഖൽബ് കൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിനുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല മാറ്റി നമ്മൾക്ക് ആ ഒരു ലക്ഷ്യം എളുപ്പത്തിൽ എത്തിച്ചേരാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.